Hi guys, welcome back to another video. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മിവിയുടെ കോളർ ട്യൂബ് എന്ന് പറയുന്ന ഒരു വയർലെസ് ഹെഡ്ഫോൺ അൺബോക്സ് ചെയ്യുന്ന. അപ്പോൾ ആ ഒരു മിവി ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇറക്കിയിട്ടുള്ള മറ്റൊരു മിവി കോളർ ക്ലാസിക് എന്ന് പറയുന്ന മറ്റൊരു വയർലെസ് ഹെഡ്ഫോൺ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ കറൻറ്റ്ലി 999 രൂപ മാത്രമേ ഉള്ളൂ. ഇനി കൂടുതലെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇത് ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം എന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മിവി കോളർ ക്ലാസിക്കിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ആ ഒരു മറ്റേ മിവി കോളർ ട്യൂബിനെക്കാളും ഒന്നും കൂടി എന്താ പറയുക വലുപ്പം കൂടുതലുണ്ട് തോന്നുന്നു, ഒന്നും കൂടി ബിഗ് സൈസാണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും പാക്കിംഗ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ് ഒക്കെ തന്നെയാണ് ഇവർ കഴിഞ്ഞ ആ ഒരു കോളർ ട്യൂബിന് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ എന്താണ് പാടിയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ ഒരു കോളർ ട്യൂബിൽ കണ്ട പോലെ തന്നെ അതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എക്സ്ട്രാ എയർബഡ്സ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അവരുടെ ഒരു മിവി ഒരു ജസ്റ്റ് ഒരു കാർഡ് നൽകിയിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞ ഒരു അൺബോക്സിങ്ങിൽ ഉണ്ടായിരുന്ന അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിലും കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് അവരുടെ ഒരു എന്താ പറയുക സിഗ്നേച്ചറൊക്കെ നൽകിയിട്ടുള്ള ഒരു ചെറിയൊരു വെൽക്കം കാർഡ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട്. കോളർ ക്ലാസിക് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള ആ ഒരു യൂസർ മാനുവലുണ്ട്. ഒക്കെ അതേപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പാക്കിങ്ങിന് ജസ്റ്റ് ഒരു മാറ്റം വന്നതേ ഉള്ളൂ, അല്ലാതെ സെയിം കാര്യങ്ങൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ അതേപോലെ തന്നെ വാറൻറ്റി കാർഡ് ഇതും കഴിഞ്ഞ ഒരു പാക്കിങ്ങിലും ഉണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾ ഇതിനോടൊപ്പമുള്ളൊരു ഫോട്ടോ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 1 ഇയറിനുള്ള വാറൻറ്റി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളിത് പർച്ചേസ് ചെയ്ത് ആ ഒരു ടൈമിൽ തന്നെ ഇത് ചെയ്തു വെക്കുക, ലേറ്റ് ആക്കാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് 1 ഇയർ വാറൻറ്റി നൽകുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ സെയിം പോലെ തന്നെ മൈക്രോ USB ചാർജിങ് പോർട്ട് അല്ലെങ്കിൽ മൈക്രോ USB ചാർജിങ് കേബിളാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പറ്റിയൊരു ചാർജർ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ജസ്റ്റ് കഴിഞ്ഞ ഒരു ഇതിലുണ്ടായിരുന്നത് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനത്തെ ഒരു ചാർജർ ലഭിക്കുകയുള്ളൂ. ഇതിൽ സി പോർട്ടൊന്നും നൽകുകയില്ല. അപ്പോൾ എന്തായാലും ഇതെന്ന് പറയുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ക്വാളിറ്റി തന്നെയാണ്, ബിൽഡ് ക്വാളിറ്റി നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഇത് മറ്റേതും കഴിഞ്ഞ ഒരു കോളർ ട്യൂബും ഇത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഇത്രക്കൊരു ബിൽഡ് ക്വാളിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനിങ് ഒക്കെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇതിപ്പോൾ റെഡ് കളർ വേരിയൻ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ റെഡ് മാത്രമല്ല ബ്ലാക്ക്, ബ്ലൂ, ഗ്രീന്, ഗ്രേ, ഓറഞ്ച് അങ്ങനെ തുടങ്ങിയ മറ്റ് 5 വേരിയൻറ്റും കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഫ്ലിപ്കാർട്ടിലാണ് ഇപ്പോൾ ഇവരിത് അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റേ ആമസോണിൽ ഇത് കാണുന്നില്ല, ഫ്ലിപ്കാർട്ടിലാണ് ഇവരിത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടാണ് ഇവർ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതായത് കുറച്ച് ടൈം കൊണ്ട് തന്നെ തീരുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 999 രൂപയാണ്. പിന്നെ ഓപ്പൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. മറ്റേ കോളർ ട്യൂബിൽ ഉണ്ടായിരുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യാനുള്ളത്. എങ്കിൽ ഞാൻ അത് കാണാത്തവർക്ക് വേണ്ടി കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു തരുന്നതാണ്. ജസ്റ്റ് ആ പവർ ബട്ടൺ 2 സെക്കൻഡ് പിടിച്ചാൽ ബ്ലൂ റെഡും കൂടി ബ്ലിങ്ക് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഓണായി എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ 2 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ റെഡ് വന്നിട്ട് ഓഫ് ആകുന്നതുമാണ്. അത് എന്തായാലും നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ജസ്റ്റ് ബ്ലൂ റെഡും കൂടിയാണ് അവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തായാലും അവരെ സമ്മതിക്കണം, ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു കോളർ ട്യൂബിനെക്കാട്ടി നല്ലൊരു ക്വാളിറ്റിയാണ് നൽകിയിട്ടുള്ളത്. അവിടെ കോളർ ട്യൂബിന് ജസ്റ്റ് ഒരു ആവറേജ് ക്വാളിറ്റി ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇതിന് നല്ലൊരു ഗുഡ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ക്വാളിറ്റി തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നോക്കണം, നിങ്ങൾ അണ്ടർ 1000 റുപ്പീസിൽ നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഇതിൻ്റെ പെയറിങ്ങിലോട്ടൊന്ന് കിടക്കാം. അപ്പോൾ എന്തായാലും പെയർ ചെയ്യാൻ അധികം പണിയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി ബ്ലൂടൂത്ത് ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. വളരെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ചാർജിങ് ആണ്. കമ്പനി പറയുന്നത് 10 മിനിറ്റ് ചാർജ് ചെയ്ത് നിങ്ങൾക്ക് 10 മണിക്കൂർ വരെ കിട്ടുമെന്നാണ്. ഏകദേശം അവർ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് ചാർജ് ചെയ്ത് നോക്കി, ആ ഒരു തവണ ചാർജ് ചെയ്തിട്ടേ ഉള്ളൂ. ആ ഒരു ചാർജ് തന്നെ ഇത്രയും സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്നത് നിങ്ങൾ തുടർച്ചയായി യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 24 മണിക്കൂർ വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നാണ്. അതായത് ഒരു ദിവസം നിങ്ങളിപ്പോൾ ഫുള്ള് നിങ്ങൾ കോള് യൂസ് ചെയ്യാൻ എല്ലാം തന്നെ ഇതിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 24 മണിക്കൂർ വരെ ഒരു ദിവസം, അതായത് ഒരു ദിവസം കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് എന്നാണ് കമ്പനി പറയുന്നത്. നിങ്ങൾ തുടർച്ചയായി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ ചാർജ് ആക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അവർ പറയുന്നതിൽ കാര്യമുണ്ട്, കാരണം ഞാൻ യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ തന്നെ എനിക്കിതിൽ ചാർജ് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങുമാണ്. നല്ല ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ടൈം കുത്തി വെക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ചാർജ് കയറുന്നുമുണ്ട്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഇത് പെയർ ചെയ്ത് കാണിച്ചു തരാം. പെയർ ചെയ്യാനൊന്നും പണിയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഒന്ന് ഓണാക്കി വെച്ചാൽ മതി. ഇത് ഡിവൈസ് ഓണാക്കിയതിന് ശേഷം ബ്ലൂടൂത്ത് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെച്ചാൽ മതി. അത് അപ്പോൾ തന്നെ കണക്റ്റ് ആവുന്നതാണ്. നിങ്ങൾ കണക്ട് ചെയ്ത്, ഞാൻ അത് ഓൾറെഡി പെയർ ചെയ്തത് കൊണ്ടാണ്. നിങ്ങൾ പെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ അവൈലബിൾ ഡിവൈസിൽ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പെയർ അടിച്ചാൽ മതി. സിമ്പിൾ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് തന്നെയാണ് പെയറിങ്ങിനെല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോരോ എന്താ പറയുക, നമ്മൾ ഓരോ ഫീച്ചറുകൾ നോക്കാം. കഴിഞ്ഞ ഇതിൽ കണ്ട ഏകദേശം സെയിം ഫീച്ചറുകളൊക്കെ തന്നെയാണ് ഇതിലും ഉള്ളത്. ഇവിടെ ഇങ്ങനെ മുകളിലായി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ എത്ര നെക്ക് ബാൻഡിൻ്റെ ചാർജ് അവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ചാർജ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചാർജ് കഴിഞ്ഞാൽ ജസ്റ്റ് ഫോണിൽ കണക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ജസ്റ്റ് ഇതൊന്ന് നെക്കി പിടിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നെക്കിയാൽ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള വോയിസ് അസിസ്റ്റൻ്റ് ഏതാണോ അത് വരുന്നതാണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഐഫോൺ ആണ് എന്നുണ്ടെങ്കിൽ സിറിയും വരുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് നെക്കിയാൽ മതി, മാത്രം മതി. അപ്പോൾ തന്നെ ജസ്റ്റ് വരുന്നതാണ്. പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് 2 വട്ടം പ്രസ് ചെയ്താൽ നിങ്ങൾ ലാസ്റ്റ് ആർക്കാണ് കോൾ ചെയ്തിട്ടുള്ളത് ആ നമ്പറിലോട്ട് തന്നെ കോൾ വീണ്ടും പോകുന്നതാണ്. വളരെ സിമ്പിൾ തന്നെ, വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ എയറോപ്ലെയിൻ മോഡ് ഓൺ ചെയ്തത് കൊണ്ടാണ് കോൾ പോകാത്തത്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 സെക്കൻഡ് എന്ത് ചെയ്യുക, 2 സെക്കൻഡ് അല്ല 2 തവണ ജസ്റ്റ് പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് 2 തവണ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ലാസ്റ്റ് ആർക്കാണ് കോൾ ചെയ്തത് ആ നമ്പറിലോട്ട് കോൾ പോകുന്നത്. അപ്പോൾ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കിയത് കൊണ്ടാണ് കോൾ പോകാത്തത്. കോൾ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. നല്ല ഗുഡ് കോൾ ക്വാളിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വർക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ, നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ഇപ്പോൾ ചിലപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി കോൾ ക്വാളിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് യൂട്യൂബ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഇവിടെ യൂട്യൂബ് ഓൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് സൗണ്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ നെക്കിയാൽ മതി. ജസ്റ്റ് ഒരു തവണ ഇങ്ങനെ നെക്കുമ്പോൾ കുറയും കൂടുകയൊക്കെ ചെയ്യും. പിന്നെ നിങ്ങൾ ഈ അപ്പ് ആൻഡ് ഡൗൺ ജസ്റ്റ് കുറച്ച് കൂടുതൽ സമയത്തേക്ക്, ഇപ്പോൾ പ്ലസ് ബട്ടനെ കുറച്ച് കൂടുതൽ സമയത്തേക്ക് പ്രസ് ചെയ്ത് പിടിച്ചാൽ നെക്സ്റ്റ് സോങ് വരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ മൈനസ് ബട്ടനാണ് കുറച്ച് കൂടുതൽ സമയം പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രീവിയസ് സോങ് അല്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ വരുന്നതാണ്. നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ അങ്ങനെ കാണുമല്ലോ. ഇനിയിപ്പോൾ മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ ജസ്റ്റ് പ്ലസ് ബട്ടൺ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് സമയം പ്രസ് ചെയ്ത് പിടിച്ചാൽ നെക്സ്റ്റ് സോങ് കിട്ടും. പ്രീവിയസ് സോങ് ആണെങ്കിൽ മൈനസ് ബട്ടൺ ജസ്റ്റ് കുറച്ച് സമയം പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. വളരെ സിമ്പിൾ തന്നെ, വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. സൗണ്ടിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഗുഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾ നോക്കണം. ജസ്റ്റ് 1000 രൂപയ്ക്ക് താഴെ നല്ലൊരു ക്വാളിറ്റിയാണ്, നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ഈ ഒരു പ്രൈസ് റേഞ്ച് താഴെ വാങ്ങണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് താഴെയുള്ള ഏതെങ്കിലും ഒരു നെക്ക് ബാൻഡാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, മിവിയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നമ്പർ 1 ആയിരിക്കും. വെള്ളം കയറുന്നുള്ള പേടിയൊന്നും വേണ്ട, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് ആരെ കിടക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഉള്ളതും ഇഷ്ടപ്പെട്ട് മാറ്റാം. നമ്മുടെ ചാനൽ വരുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നാളെ മറ്റൊരു പുതിയ വീഡിയോ കാണുന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ മുഹമ്മദ് നോയ് സൈനിങ് ഔട്ട്.